നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 200 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദീർഘമായ ഒരു പ്രസൻറ്റേഷനാണിത്. എന്തെന്നാൽ ഒരുപാട് പേരെക്കുറിച്ച് ഒരുപാടെല്ലാം പറഞ്ഞു. എന്താണ് ഇതിൻ്റെ സ്ഥായിയായ ഭാവം? കുറേയധികം മെയിലുകൾ എനിക്ക് ലഭിച്ചു. അതിൽ നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രയത്നങ്ങളും ഒക്കെ ഇതിന് ആവശ്യമാണ്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഫലം എപ്പോൾ കിട്ടും എപ്പോൾ കിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. നിരാശതയല്ല ഒന്നിനും വേണ്ടത്. നമ്മൾ കഠിനമായി പ്രയത്നിക്കുക ലക്ഷ്യസ്ഥാനത്തെത്താൻ. ഈ ജീവിതത്തിൽ അപ്രതീക്ഷിതമായോ അല്ലാതെയോ ഞാൻ കണ്ടുമുട്ടിയ നൂറുകണക്കിന് കലാകാരന്മാർ, കലാകാരികൾ, സാഹിത്യകാരികൾ, ഭരണതന്ത്രജ്ഞർ, അങ്ങനെ ഒരുപാട് പേർ. അതൊരു ഭാഗ്യം എന്ന് വേണം പറയാൻ. ആരെയെങ്കിലും വിമർശിക്കുമ്പോൾ അതിൽ വിഷമം തോന്നാനും അവരെപ്പറ്റി മോശം പറയാനും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഈ 200ഓളം എപ്പിസോഡുകൾ പൂർത്തിയാക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടും ഞാൻ മോശമായി പറഞ്ഞിട്ടില്ല. നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നമ്മുടെ തോന്നലുകൾ മാറ്റിമറിക്കേണ്ടവ, മാറ്റപ്പെടേണ്ടവ എന്നിങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഈ ഇത്രയും ആൾക്കാർ, ഞാൻ സിനിമയിൽ അഭിനയ രംഗത്ത് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ വ്യക്തി ശിവാജി ഗണേശനെയാണ്. ആഗ്രഹിച്ച വ്യക്തി, നേരിൽ കണ്ടിട്ടില്ല. അതുപോലെ മലയാള സാഹിത്യത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച എഴുത്തുകാരൻ ശ്രീ VKN മഹാകവി കുഞ്ഞിരാമൻ നായരുമാണ്. നേരിൽ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. അദ്ദേഹം നടന്നു പോകുന്നതാണ് ഞാൻ കണ്ടത്. അന്ന് സാഹിത്യം അത്ര ഗൗരവമായി എടുത്തിട്ടില്ല. തമ്പാനൂർ എൻ്റെ വീടിനടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ, ഇപ്പോൾ അത് റെയിൽവേയുടെ വകയാണ്, അവിടെയായിരുന്നു കുറേ കാലം അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തെ കാണാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട്. അതേപോലെ ഞാൻ വളരെയധികം ആഗ്രഹിക്കുകയും കാണണം, സംസാരിക്കണം എന്ന് മനസ്സിൽ ചിന്തിക്കുകയും കാണാൻ കഴിയാതാവുകയും ചെയ്ത ഭാരതരത്നം നേടിയ ബിസ്മില്ലാ ഖാൻ. ഞാനിതെല്ലാം ഇവിടെ സൂചിപ്പിച്ചത് കാണാൻ കഴിയാത്തവരെക്കുറിച്ച് മാത്രമാണ്. കണ്ടവരോ ഭാരതരത്നം നേടിയ 3-4 പേർ: പണ്ഡിറ്റ് രവിശങ്കർ, പണ്ഡിറ്റ് ഭീംസെൻ ജോഷി, MS സുബ്ബലക്ഷ്മി, അങ്ങനെ തുടങ്ങുന്നു എൻ്റെ ലിസ്റ്റുകൾ. ഡോക്ടർ G രാമചന്ദ്രൻ, അങ്ങനെ നിരവധി പേർ. ഇതെല്ലാം ഞാനിവിടെ പറഞ്ഞതും എൻ്റെ ഈ ജീവിത സഫരിയിൽ
ഒരുപാട് പേരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇതിൽ പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരാളെ ഓർക്കപ്പെടുക എന്നത് വളരെ വലിയതായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്തിന് കവിത എഴുതുന്നു? നിങ്ങൾ ആർക്ക് വേണ്ടി കവിത എഴുതുന്നു? നിങ്ങളൊന്നും ഒരു കാലത്തും കവിയാവില്ല എന്ന് പറഞ്ഞവരുണ്ട്. തൻ്റെ പേര് കേൾക്കുന്നത് എനിക്ക് അലർജിയാണെന്ന് പറഞ്ഞൊരാൾ ഇന്നും ഖത്തറിൽ ജീവിച്ചിരിക്കുന്നു. കീവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്ന സ്വസ്വിറ്റ് എന്ന മാഗസിൻ്റെ കോപ്പി 1 കോടി കോപ്പിയാണ്. 100 ലക്ഷം കോപ്പീസ്. അതിൽ ഇന്ത്യയിൽ നിന്നും ഉള്ള എഴുത്തുകാരിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 2 കവിതകളാണ് അതിൽ പ്രസിദ്ധീകരിച്ചത്. 1987 അതേ മാഗസീനിൽ എൻ്റെ 2 കവിതകൾ അമ്മ ഹാ സുന്ദരിയായ റഷ്യയെ എന്ന 2 കവിതകൾ ഇന്ത്യയിൽ നിന്നും ഹിന്ദിയിൽ ഡോക്ടറേറ്റ് എടുത്ത നലിവായിക്കോ സ്റ്റീഫൻ എന്ന വ്യക്തി എൻ്റെ കവിതകളെ പരിഭാഷപ്പെടുത്തി അതിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരുടെ മുന്നിലും ഓച്ഛാനിച്ച് നിൽക്കാതെ സ്വന്തം വ്യക്തിത്വത്തിനെ പരിപോഷിപ്പിച്ചെടുക്കുക. എനിക്ക് വന്നൊരു മെയിലിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ കുറേ കാലം കൊണ്ട് കവിത എഴുതുന്നു, കഥ എഴുതുന്നു, നോവൽ എഴുതുന്നു, സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ പുറകെ നടക്കുന്നു. നമ്മൾ ഒരു സൃഷ്ടി നടത്തുമ്പോൾ ആ സൃഷ്ടിയിൽ മറ്റൊരാളിന് പിതൃത്വം കൊടുക്കുക നല്ലതല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. സിനിമയെക്കുറിച്ച് അഗാധമായി പഠിക്കുന്നതിനും ഒക്കെ മുമ്പ് ഞാൻ എഴുതിയ ഒരു തിരക്കഥയാണ് മുന്നിൽ ശ്രീമാൻ ചക്രവാളം. ആ കഥ തിരക്കഥയാക്കി അത് പല കൈകൾ മറിഞ്ഞുപോയി. അതിന് മലയാള സിനിമാ നടനും സംവിധായകനും കവിയുമൊക്കെയായ പത്മശ്രീ തെക്കുറിശ്ശി സുകുമാരൻ നായരാണ് അതിന് അവതാരിക എഴുതിയത്. അത് ഫിലിമായില്ലെങ്കിലും പുസ്തകമായി പബ്ലിഷ് ചെയ്തു. മലയാള സിനിമയുടെ തലത്തൊട്ടപ്പന്മാരിൽ പ്രമുഖനായ അദ്ദേഹം എഴുതിയ അവതാരിക നമുക്ക് എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. അഭിനയമോഹത്തിൽ തുടങ്ങി അത് കാലത്തിൻ്റെ ഒരു വികൃതിയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ല നാളെ നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ എഴുതിയ 5-6 തിരക്കഥകൾ, കഥയും കവിതയും നോവലും ചെറുകഥയും, അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. 56ഓളം പുസ്തകങ്ങൾ, അതിൽ 26ഓളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം മഹത്വം കൊട്ടിഘോഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഞാനൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരു തമിഴ് ഫിലിം വൈഗതൻ നദിക്കരയിലെ എന്നുള്ളൊരു ചിത്രം സംവിധാനം ചെയ്യണം. സ്ക്രീനിൽ സംവിധാനം ശരവൺ മഹേശ്വർ എന്ന് കാണണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. എന്നെ 10 പേർ അറിയണമല്ലോ. നമ്മൾ എഴുതിയത് വീട്ടിൽ വെച്ചാൽ അത് വീട്ടിലിരിക്കത്തേ ഉള്ളൂ. എൻ്റെ കാഴ്ചപ്പാടാണ്. അത് പ്രസിദ്ധപ്പെടുത്താനും അതിലൂടെ ഞാനെന്ന വ്യക്തി, ഞാനെന്ന എഴുത്തുകാരൻ മാലോകരെ അറിയിക്കാനും ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ പോക്ക്. ഒരു കഥ തിരക്കഥയാക്കി മാറ്റി അതിനെ സിനിമയായി രൂപപ്പെടുത്താൻ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നെന്നിരിക്കും. എൻ്റെ കഥയ്ക്ക്, എൻ്റെ തിരക്കഥയ്ക്ക്, എൻ്റെ ഭാവനയ്ക്ക് അനുസൃതമായിരിക്കും ഞാൻ ചെയ്യുന്ന സൃഷ്ടി. അപ്പോൾ അതിൽ പൂർണ്ണത കണ്ടെത്തണം എന്ന് എനിക്കുണ്ട്.
ഞാൻ പറയുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് കിട്ടിയാൽ മതി, അതിനെ ഒരുപാട് മാറ്റിമറിക്കാം. അതിനുള്ള കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ സുന്ദരനായ ഒരാളെ വികൃതമായി അല്ലെങ്കിൽ രൂപപരിണാമം വരുത്തി അഭിനയിക്കുമ്പോൾ ഞാൻ നടനാണ് എന്നുള്ളതല്ല, ആ പ്രമേയത്തിന് ആവശ്യമായ തരത്തിൽ നമ്മുടെ ശരീരഘടനയ്ക്കും മറ്റും മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ഏകദേശം 1,40,000 പേർ എൻ്റെ ഈ കൃഷ്ണശിലയായി എന്നുള്ള പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അതിൽ സംവിധായകരെക്കുറിച്ചും തിരക്കഥാകൃത്തുകളെക്കുറിച്ചും കഥാകൃത്തുകളെക്കുറിച്ചും കവികളെക്കുറിച്ചും അങ്ങനെ നിരവധി പേരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരോടും വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു സിനിമ ചെറിയ ബഡ്ജറ്റിൽ ഒരു തമിഴ് ചിത്രം ചെയ്യാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്, വളരെ ചെറിയ ബഡ്ജറ്റിൽ. അപ്പോൾ അത് എന്ന് നടക്കും, എപ്പോൾ നടക്കും എന്ന് പറയാൻ പറ്റില്ല. നടക്കാതെ വന്നാൽ ഒരു നിരാശയുമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു 8-9 തിരക്കഥകൾ എഴുതി വച്ചിട്ടുണ്ട്. കഥ എഴുതും പോലെ അല്ലെങ്കിൽ നോവൽ എഴുതും പോലെ ഭാവനാത്മകമായി മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങുന്ന രാത്രിയിൽ ഞാൻ നിലാവിലൂടെ നടക്കാൻ ശ്രമിച്ചു എന്നുള്ള ഭാവനാപൂർണമായിട്ടുള്ള രീതിയല്ല തിരക്കഥ എന്ന് പറയുന്നത്. തിരക്കഥ എഴുത്ത് എന്ന് പറയുന്ന ഒരു ഭയങ്കര ടെൻഷൻ പിടിച്ച അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് കസർത്ത് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അത് നല്ല തിരക്കഥയായാലും ചീത്ത തിരക്കഥയായാലും അത് എഴുതുന്നയാളുടെ മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിച്ചറിഞ്ഞവർക്കേ അറിയാവൂ. അപ്പോൾ ഞാനൊരു തിരക്കഥ എഴുതി വച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അഭ്രവാളികളിൽ വന്ന നടന്മാരെയും നടികളെയും കാട്ടിലും ഇഷ്ടം പുതുമുഖങ്ങളെയാണ്. ഒരു 6ഓളം ഷോർട്ട് ഫിലിംസും ഡോക്യുഫിക്ഷനും ഡോക്യുമെൻ്ററിയും ഒക്കെ ചെയ്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ പുതിയ ആൾക്കാർക്ക് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പല പടങ്ങളിലും അഭിനയിക്കാൻ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കാനുള്ള അവരുടെ രീതികൾക്കനുസരിച്ച് പോകാൻ എനിക്ക് കഴിയില്ല. അതാണ് ഒരു വിശ്വവിഖ്യാതനായ മൃണാൾ സെന്നിനോട് ഒരിക്കൽ സംസാരിച്ചപ്പോഴും സായി പരഞ്ച്പയോടും ഗിരീഷ് കാസറോളിയോടും ഇവരെല്ലാം കാണുന്നത് താഷ്കന്റ് എയർപോർട്ടിൽ വെച്ചിട്ടാണ് കാലങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ഞാൻ ഈ കൃഷ്ണശിലയായി എന്ന് ചെയ്യുന്നതും ഇതിലൂടെ 1,40,000 പേർ കാണുകയും ചെയ്തപ്പോൾ ഞാനെന്ന എഴുത്തുകാരൻ അല്ല, ഞാനെന്ന വ്യക്തിയെക്കുറിച്ച് പലർക്കും അറിയാൻ കഴിയും. നിങ്ങൾക്കൊരു ജോലിയുമില്ലേ? നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? ഓരോ വ്യക്തികളുടെയും ജീവിതശൈലിയിൽ പല മാറ്റങ്ങളും ഉണ്ടാവാം. കുറേ മരിച്ച ആൾക്കാരുടെ കാര്യങ്ങൾ അവർ തിരിച്ചു വന്നൊന്നും പറയില്ലല്ലോ. മരിച്ച ആൾക്കാരുടെ കാര്യങ്ങളാണല്ലോ നിങ്ങൾ കൂടുതലും പറയുന്നത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിന് അവരെഴുതിയ ഓട്ടോഗ്രാഫോ അവരെഴുതിയ പുസ്തകത്തിൻ്റെ അവതാരികകളോ അവരെഴുതിയ കത്തുകളോ അവരുടെ ചിത്രങ്ങളോ അങ്ങനെ കുറേയൊക്കെ സൂക്ഷിക്കുകയും കുറിപ്പുകൾ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇത്രയും എപ്പിസോഡുകൾ ചെയ്യാൻ കഴിഞ്ഞത്. മറ്റൊന്ന്, കൃഷ്ണശിലയിലാണ് എല്ലാ വിഗ്രഹങ്ങളും സൃഷ്ടിക്കുന്നത്, എന്നും സ്ഥായിയായി നിൽക്കുന്ന ഒന്ന്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ഭാഗം ചെയ്തു തന്നിരിക്കുന്നത് ഖത്തർ ടൈംസിൻ്റെ എഡിറ്ററും സിവിൽ എഞ്ചിനീയറുമായ ശ്രീ മുഹമ്മദ് സഗീർ പണ്ടാരത്തിലാണ്.
അദ്ദേഹവും കുടുംബവും ഇപ്പോൾ ഖത്തറിലാണ്. എൻ്റെ സാഹിത്യപരമായ വളർച്ചകളിലും എൻ്റെ ഷോർട്ട് ഫിലിമുകളിലും എത്രയോ കാലമായി, ഏകദേശം 8 വർഷത്തോളമായി അദ്ദേഹം എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയാവില്ല എന്നതാണ്. സത്യം പറയട്ടെ, 8 വർഷമായി ഞങ്ങൾ നേരിൽ കണ്ടിട്ടേയില്ല. എഴുത്തുകുത്തുകളും മെയിലുകളും ചാറ്റും മാത്രം. ഓരോ വ്യക്തികളെക്കുറിച്ചും അവഗാഹമായി പഠിച്ച് അവരുടെ ജനനവും മരണവും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും അവർക്ക് കിട്ടിയ അവാർഡുകളും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ മേഖലകളും എല്ലാത്തിനെ പറ്റിയും സമ്പൂർണ്ണമായി പഠിച്ച ശേഷം ഞാൻ അയച്ചു കൊടുക്കുന്ന നോട്ടുകൾ അദ്ദേഹം മലയാളത്തിൽ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത്, എനിക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയില്ല എന്നുകൂടി പറയട്ടെ, എനിക്ക് അയച്ചു തന്ന് അതിനെ വീണ്ടും കുറിച്ചെടുത്ത് അതേപ്പറ്റി പഠിച്ച് എൻ്റെ ഓർമ്മകളും കൂടെ അതിൽ ഉൾപ്പെടുത്തി വീണ്ടും എഴുതി ഏകദേശം ഒരു എപ്പിസോഡ് ചെയ്യാൻ കുറഞ്ഞത് 8-10 മണിക്കൂറാണ്. ക്യാമറ ചെയ്യുന്നതും ഞാൻ തന്നെ, ലൈറ്റപ്പ് ചെയ്യുന്നതും ഞാൻ തന്നെ. എല്ലാത്തിൻ്റെയും പിന്നിൽ 8-10 മണിക്കൂറിൻ്റെ പ്രയത്നമുണ്ട്. ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ഈ ഫോട്ടോ സ്ഥിരം FB-യിൽ കൊടുക്കുന്നല്ലോ, ഇത് ബോറായി തോന്നുന്നില്ലേ? എൻ്റെ മുഖം കാണാൻ ഞാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. എന്തുകൊണ്ടാണ് ഈ ഫോട്ടോസ് എന്ന് പറയുന്നത്? എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എല്ലാ ചിത്രീകരണങ്ങളും നടത്തിയിട്ടുള്ളത്. ഏകദേശം 100-175 എപ്പിസോഡുകൾ. അപ്പോൾ അതിൻ്റെ സെറ്റ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഡ്രസ് കോഡ്, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ലൈറ്റപ്പ് ചെയ്ത് ലൈറ്റ് ശരിയാണോ എന്നറിയാൻ വേണ്ടി എടുക്കുന്ന സ്റ്റില്ലുകളാണിത്. അപ്പോൾ അവന് ആ സ്റ്റില്ലുകൾ വെറുതെ കളയണ്ട എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കൊടുക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ പറ്റി, ആ കണ്ടൻറ്റിനെ പറ്റി ആൾക്കാർക്ക് ഒരു അവബോധമുണ്ടാവും. ഓരോ എപ്പിസോഡിലും ഓരോരുത്തരെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മഹത്വം, ഞാൻ വീണ്ടും പറയുന്നത്, ഇവിടെ മഹത്വം കൊട്ടിഘോഷിക്കലല്ല. നമ്മൾ കണ്ടുമുട്ടിയ എത്രയോ പേർ കാലം കഴിഞ്ഞാലും ഇത് കാണാതിരിക്കുമോ? ശ്രീ എം ടിയെ കണ്ടതും പരിചയിച്ചതും അദ്ദേഹം എഴുതിയ കത്തുകളും എല്ലാവർക്കും ലഭിക്കുമോ? ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, വിശ്വവിഖ്യാതനായ അദ്ദേഹം എൻ്റെ നാടകത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട്. പലവട്ടം കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ വെച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഭൂമിയിൽ കളം വരയ്ക്കരുത് എന്ന നാടകത്തിന് അവതാരിക എഴുതിയ അദ്ദേഹമാണ്. എഴുത്തും വായനയും മറ്റും ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും കഴിയുമോ? പത്മശ്രീ ഹരിഹരൻ, അദ്ദേഹത്തെ ഖത്തറിൽ വെച്ചിട്ടാണ് കാണുന്നതും സംസാരിക്കുന്നതുമെല്ലാം. അങ്ങനെ നിരവധി പേർ. അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ നിങ്ങളോട് പറയുന്നത് അവരുടെ വ്യക്തിത്വം, അവരെങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്. ഓരോ വ്യക്തിയും, ഓരോ സാധാരണക്കാരനും, ഓരോ വലിയവനും ചെറിയവനും എല്ലാം എൻ്റെ വ്യൂ പോയിൻറ്റിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ഒരേ തട്ടിൽ തന്നെയാണ്. ഏറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടെങ്കിലും അവസാനം മണ്ണിൻ്റെ മടിത്തട്ടിൽ തന്നെ. അതിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യുക. ഇത് വേദാന്തമൊന്നുമല്ല, എൻ്റെ അനുഭവത്തിലൂടെയും എൻ്റെ വീക്ഷണത്തിലൂടെയും പറഞ്ഞതാണ്. കുറച്ചു കാലം കൂടെയൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരു സിനിമ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. ഇപ്പോഴും എൻ്റെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളും എൻ്റെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ലൊക്കേഷനുകളും പണിത് നടക്കുന്ന കൂട്ടത്തിലാണ്. കാശുണ്ടായിട്ടല്ല, ജീവിതം വളരെ കഷ്ടപ്പാടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഓസ്കാർ വൈൽഡിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഇതുണ്ട്, ഒരു സെൻറ്റൻസ് ഉണ്ട്, വൺസ് അപ്പോൺ എ ടൈം ഐ വിൽ പെയിൻറ്റ് എ പിക്ചർ എന്നതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ
നിരാശനായി തടിയും വളർത്തി നടക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല എൻ്റെത്. ചത്ത് കിടന്നാലും മെനഞ്ഞു കിടക്കണം എന്നാണ് പ്രമാണം. എൻ്റെ സൃഷ്ടി എൻ്റേത് തന്നെ ആയിരിക്കണം. സംവിധായകനാണ് സിനിമയുടെ എല്ലാം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അഭിനേതാക്കളും എല്ലാവരും ഉണ്ടെങ്കിലും ആരാണ് സംവിധാനം ചെയ്തത് എന്നതാണ് പ്രധാനം. ഈ പരിശ്രമങ്ങളെല്ലാം ചെന്നെത്തുന്നതും അതിലേക്ക് തന്നെയാണ്. ഇനിയും ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. പത്മശ്രീ മധു സർ, പത്മവിഭൂഷൺ സംഗീതജ്ഞൻ TN ശേഷഗോപാലൻ, അങ്ങനെ നിരവധി പേർ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കാണുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നല്ലതും ചിത്തതുമായ കമൻറ്റുകൾ അതിൽ രേഖപ്പെടുത്തുക. അത് നമുക്ക് സന്തോഷം നൽകും. മറ്റൊന്ന്, ഒരാളെ വിമർശിക്കുമ്പോൾ പിന്നെ അയാളെ പാടെ വെറുക്കുക എന്നുള്ള ഇതല്ല. വിമർശനം നല്ലതാണ്, വിമർശിക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എഴുതുക. പക്ഷേ വാക്കുകൾ അഗ്നിജ്വാലകളാണ്. അതൊരിക്കൽ എഴുതപ്പെട്ടാൽ പിന്നെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഇത്രയും ഇവിടെ പറഞ്ഞത് കാലത്തിൻ്റെ ഒഴുക്കിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ ചെറിയ തോതിലെങ്കിലും ഒരു കയ്യൊപ്പ് ചാർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ളവർ എങ്ങനെ വിമർശിക്കുന്നു, മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതല്ല. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്. എങ്കിലും ആത്യന്തികമായി നമ്മൾ ഒരുപാട് പരിശ്രമിക്കുക. ഓരോരുത്തരെ കാണുന്നതും അവരുടെ അനുഭവങ്ങളും അവരുടെ രീതികളും അവരുടെ രചനാ വൈഭവങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിതം അത്ര പ്രക്ഷുബ്ധമാണ്. ജീവിതത്തിൽ നിന്നും നമുക്ക് ഒരു വേലിയേറ്റവും വേലിയിറക്കവും പോലെ ഒരുപാട് അനുഭവങ്ങൾ വരാം. എന്നും നന്മയിൽ വിശ്വസിക്കുക. നമ്മളെ ഒരാൾ വെറുക്കുന്നുവെങ്കിൽ അവരോട് പുഞ്ചിരിയോടെ നേരിടുക. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇത്രയെല്ലാം ഇവിടെ പറഞ്ഞത്, ഈ 200 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയത് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചെലവഴിച്ചിട്ടാണ്. പക്ഷേ മനസ്സിൽ കിട്ടുന്ന ഒരു സായുജ്യം, അതോടൊപ്പം തന്നെ ഇനിയും ഇത് തുടരാൻ വേണ്ട രേഖകൾ, എഴുത്തുകൾ എല്ലാം ചെയ്തു തരുന്നത് ഞാൻ കാണാത്ത, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എഴുത്തുകാരനും കവിയും. അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഒരുപാട് വാക്കുകൾ വേണം. എൻ്റെ വീഡിയോകളെല്ലാം എഡിറ്റ് ചെയ്ത് തരിക. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് മുഹമ്മദ് സഗീർ ഭണ്ഡാരത്തിൽ. അദ്ദേഹത്തിനെ ബഹുമാനിക്കാതെ, അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ ഈ എപ്പിസോഡ് തീർക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. 8 വർഷമായി ഞങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ വളരണമെന്ന് അദ്ദേഹം വളരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് എഴുത്തും വായനയും ഈ പ്രപഞ്ചമുള്ളിടത്തോളം നിലനിൽക്കും എന്നതാണ് എൻ്റെ വിശ്വാസം. ഈ 200 എപ്പിസോഡും കണ്ട എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ നിർത്തട്ടെ. 201-ാമത്തെ എപ്പിസോഡുകൾ താമസിയാതെ തുടങ്ങും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ തോന്നലുകളും നിങ്ങളുടെ സങ്കല്പങ്ങളും എനിക്ക് എഴുതൂ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.